അപ്പൊ നമുക്ക് ഇനി അടുത്ത് പ്രൂവ് ചെയ്യാനുള്ളത്, ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, എ ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് എ ആണെന്നും എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇത് എളുപ്പമുള്ള പ്രൂഫാണ്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ജി എന്നൊരു എലമെന്റ് എടുത്തു, എ, ലെറ്റ് എ എലമെന്റ് ഓഫ് ജി. നമ്മൾ എന്ത് ചെയ്തു, ജി എന്നൊരു എലമെന്റ് എടുത്തു, എ. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു എ ഇൻവേഴ്സ്, ഒരു എലമെന്റും അതിന്റെ ഇൻവേഴ്സും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിറ്റി കിട്ടും. ഇത് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇൻവേഴ്സ് എലമെന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ. അങ്ങനെയാണെങ്കിൽ എ ഇൻവേഴ്സിന്റെ എന്താണ്, ഇൻവേഴ്സ് എലമെന്റ് ആണ് ആര്, എ. എ ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് എലമെന്റ് ആണ് എ. അപ്പൊ നമുക്കത് കിട്ടി. ഇനി അടുത്തത് എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് കാണിക്കണം. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഐഡന്റിറ്റി കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാലോ എ ബിയുടെ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണെന്ന്. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റുകൾ മാത്രം ഫസ്റ്റ് മാറ്റി അതിനെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു. ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ആണ് നമുക്ക് കിട്ടുക. അപ്പൊ എ ഇൻറ്റു ഇ, അതായത് ഒരു എലമെന്റിന്റെ ഐഡന്റിറ്റി നമുക്ക് എലമെന്റ് തന്നെയാണ് കിട്ടുക. എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ. അപ്പൊ നമുക്ക് ഇതിനൊക്കെ റീസൺ പറയണം. ബി ഇൻറ്റു ബി ഇൻവേഴ്സ് ഈസ് ഐഡന്റിറ്റി ഇൻവേഴ്സ് ഓഫ് ഐഡന്റിറ്റി. എന്താണ് ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എഴുതി കഴിഞ്ഞാൽ ഇന്നേതാൻ കാരണം, ഇൻവേഴ്സ് എക്സിസ്റ്റ് ഇൻ ജി. എ ഇൻറ്റു ഇ ഈക്വൽ ടു എ കാരണം ഐഡന്റിറ്റി എക്സിസ്റ്റ് ഇൻ ജി. എ ഇൻറ്റു എ ഇൻവേഴ്സ് എഴുതിയിട്ട് അപ്പൊ ഇൻവേഴ്സ് എക്സിസ്റ്റ് ഇൻ ജി എന്ന റീസൺസും കൂടി എഴുതി. അപ്പൊ എനിക്ക് എന്ത് കിട്ടി, ഇതിന്റെ ഇൻവേഴ്സ് ആണ് ഇത് എന്ന് നമുക്ക് കിട്ടി. അടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എച്ചും കെയും സബ് ഗ്രൂപ്പ് ഓഫ് ജി, ദെൻ എച്ച് ഇന്റർസെക്ഷൻ കെ സബ് ഗ്രൂപ്പ്. സബ് ഗ്രൂപ്പ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. ഒന്ന് നോൺ എംപ്റ്റി എന്ന് കാണിക്കണം, പിന്നെ നമുക്ക് എന്താണ് ക്ലോസ്ഡ് അണ്ടർ ഓപ്പറേഷൻ എന്ന് കാണിക്കണം, ക്ലോസ്ഡ് ആണെന്ന് കാണിക്കണം, അതുപോലെ ഇൻവേഴ്സും ഉണ്ടെന്ന് കാണിക്കണം. അപ്പൊ ഞാൻ എന്തെടുത്തു, എച്ചും കെയിലും നോൺ എംപ്റ്റി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ഇത് സബ് ഗ്രൂപ്പ് ആണല്ലോ, അപ്പൊ അതിൽ എന്തായാലും എന്തുണ്ടാവും, ഐഡന്റിറ്റി ഉണ്ടാവും, രണ്ടിലും ഐഡന്റിറ്റി ഉണ്ടാവും. എച്ചിലും കെയിലും ഉറപ്പായിട്ടുണ്ടെന്ന് പറയാനുള്ള ഒരേ ഒരാൾ ഐഡന്റിറ്റി ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ഈ എലമെന്റ് ഓഫ് എച്ച് ആൻഡ് ഈ എലമെന്റ് ഓഫ് കെ. അങ്ങനെയാണെങ്കിൽ ഈ എലമെന്റ് ഓഫ് എച്ച് ഇന്റർസെക്ഷൻ കെ, ഇതെന്തുണ്ടെന്ന് പറയാൻ കാരണം സിൻസ് എച്ച് ആൻഡ് കെ ആർ സബ് ഗ്രൂപ്പ്. അടുത്ത് നമുക്ക് ക്ലോസ്ഡ് അണ്ടർ ഓപ്പറേഷൻ എന്ന് പ്രൂവ് ചെയ്യണ്ടേ. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, രണ്ട് എലമെന്റ്സിനെ എടുത്തു, എക്സ് വൈ എലമെന്റ് ഓഫ് എച്ച് ഇന്റർസെക്ഷൻ കെ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, x element of this implies x element of h intersection k and y imply y element of h intersection k. നമുക്ക് എന്താണ് കാണിക്കാനുള്ളത്, എക്സ് വൈ, ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, എക്സ് വൈ എലമെന്റ് ഓഫ് എച്ച് അല്ലേ, കാരണം ഇത് ഒന്നുകൂടി സ്പ്ലിറ്റ് ചെയ്യാം, എച്ച് എലമെന്റ് ഓഫ് എച്ച് ആൻഡ് എച്ച് എലമെന്റ് ഓഫ് കെ, അതുപോലെ വൈ എലമെന്റ് ഓഫ് എച്ച് ആൻഡ് വൈ എലമെന്റ് ഓഫ് കെ. ഇവിടെ ഒരു ആൻഡിന്റെ ആവശ്യമില്ല, എക്സ് എലമെന്റ് ഓഫ് എച്ച് കോമ വൈ എലമെന്റ് ഓഫ് എച്ച് ഇന്റർസെക്ഷൻ കെ. ഇവിടെ നമുക്ക് എന്ത് പറയാം, എക്സ് എലമെന്റ് ഓഫ് എച്ച് ആൻഡ് എച്ച് എലമെന്റ് ഓഫ് കെ. അടുത്തത് വൈ എലമെന്റ് ഓഫ് എച്ച് ആൻഡ് വൈ എലമെന്റ് ഓഫ് കെ. എക്സ് എച്ചിലുണ്ട് വൈയും എച്ചിലുണ്ടെങ്കിൽ എക്സ് വൈ എവിടെ ഉണ്ടാവും, എച്ചിലുണ്ടാവും, കാരണം എച്ച് സബ് ഗ്രൂപ്പ് ആണ്. അതേപോലെ തന്നെ വൈ എവിടെ ഉണ്ടാവും, എക്സ് വൈ എവിടെ ഉണ്ടാവും, കെയിലുണ്ടാവും, കാരണം സിൻസ് എച്ച് ആൻഡ് കെ ആർ സബ് ഗ്രൂപ്പ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എച്ചിലും ഉണ്ട് കെയിലും ഉണ്ടെങ്കിൽ അവർ ഇന്റർസെക്ഷനിൽ ഉണ്ടാവേണ്ടതല്ലേ. അപ്പൊ എക്സ് വൈ എലമെന്റ് ഓഫ് എച്ച് ഇന്റർസെക്ഷൻ കെ, ഇത് ബൈനറി ആ പ്രോപ്പർട്ടി ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്, ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിക്കണം. ഞാൻ എന്ത് ചെയ്തു, എ എലമെന്റ് ഓഫ് എച്ച് ഇന്റർസെക്ഷൻ കെ എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, എ എലമെന്റ് ഓഫ് എച്ച് ആൻഡ് എ എലമെന്റ് ഓഫ് കെ ആയിരിക്കും. ഈ എച്ചും കെയും സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിന്റെ ഇൻവേഴ്സുകൾ ഉണ്ടാവേണ്ടതല്ലേ. അപ്പൊ എ എലമെന്റ് ഓഫ് എച്ച് ആൻഡ് എ
A inverse element of H and A inverse element of K since H and K are subgroup of G. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? A inverse element of H intersection K എന്ന് കിട്ടി. അടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് പ്രൂവ് ദാറ്റ് ഇതൊക്കെ ചോദിക്കാൻ 3 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളതാണ്. ഇത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ എഴുതിയപ്പോൾ 2 വട്ടം എഴുതി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. Z is a group of integers mod n under മോഡുലർ അഡീഷൻ. ലിസ്റ്റ് ദ ജനറേറ്റർ. ജനറേറ്റർ Z12 ജനറേറ്റർ. Z12 ആരൊക്കെ ഉണ്ടാവുക? 0 മുതൽ 11 വരെയുള്ള എലമെന്റ്സ് ആണ് നമുക്ക് Z12 ഉണ്ടാവുക, എക്സെട്ര 11 വരെ. അപ്പൊ ഈ 12ന് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അതിന്റെ ജനറേറ്റേഴ്സ് ആയിട്ട് വരും. റിലേറ്റീവ്ലി number which is relatively prime to 12. Prime to 12 ആരായിരിക്കും? ഒന്ന് 1 എല്ലാത്തിലും കയറി വരും, 2 അല്ല, കാരണം 3 അല്ല, 4 അല്ല, കാരണം 4ലും 12ലും കോമൺ മൾട്ടിപ്പിൾ ആയ 2 ഉണ്ട്. 5 റിലേറ്റീവ്ലി പ്രൈം ആണ്, 6 അല്ല, 7 റിലേറ്റീവ്ലി പ്രൈം ആണ്, 8 അല്ല, കാരണം 8ലും 12ലും കോമൺ ആയിട്ട് 2 വരുന്നുണ്ട്, 9 അല്ല, 2ലും 3 വരുന്നുണ്ട്, 10 അല്ല, 11. അപ്പൊ നമുക്ക് ഇവിടെ റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് ആർക്ക് കിട്ടി? 1, 5, 7, 11. അപ്പൊ ഇവരൊക്കെയാണ് എന്ത് ഈ Z12ന്റെ ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. 1, 5, 7, 11. ഇനി വേറെ ഒരെണ്ണം കൂടി അതിലുണ്ടായിരുന്നു, ZPയുടെ ജനറേറ്റർ. ഈ തരുന്ന ആള് പ്രൈം ആണ്, അതായത് Z5, Z7 ഒക്കെ ആണെങ്കിൽ 0 ഒഴിച്ച് ബാക്കി എല്ലാവരും അതിന്റെ ജനറേറ്റർ ആയിരിക്കും. Z5ന്റെ ജനറേറ്റർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4 എന്ന് കിട്ടും. ഇതൊക്കെ ജനറേറ്റേഴ്സ് ആണ്. പിന്നെ Z7ന്റെ ജനറേറ്റേഴ്സ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6. ഇപ്പൊ ജനറലി പറയുകയാണെങ്കിൽ ZPക്ക് എത്ര ജനറേറ്റേഴ്സ് ഉണ്ടാവും? P-1 ജനറേറ്റേഴ്സ് ഉണ്ടാവും. അടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്, നമുക്ക് Z6 അഡീഷൻ മോഡുലോ 6 തന്നേക്കണേ. H equal to 0, 2, 4. പ്രൂവ് ദാറ്റ് H is a subgroup of G. ഞാൻ കോമ്പോസിഷൻ ടേബിൾ വരച്ചു. നമുക്ക് ഇവിടെ 3 കണ്ടീഷൻസ് പറഞ്ഞാൽ മതി. കോമ്പോസിഷൻ ടേബിൾ 6 വരച്ചു, 0, 2, 4. അപ്പോൾ അഡീഷൻ മോഡുലോ 6 ആണല്ലോ. അപ്പൊ നമുക്ക് ഡൗട്ട് 0, 2, 4 ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ആഡ് ചെയ്ത് എഴുതാനുള്ളതുള്ളൂ. 2 + 2 നമുക്ക് എന്ത് വരും? 4 വന്നു. 2 + 4 6 ആണ് വരണത്. പക്ഷെ നമുക്ക് എന്താ അറിയാം? 6 ഇതിൽ എഴുതില്ല, പകരം എന്താണ് എഴുതുക? 0. ഈ 4 + 4 എന്താണ് കിട്ടുക? നമുക്ക് 8 ആണ് ഒറിജിനലി കിട്ടുക. അപ്പൊ 6നെക്കാളും മുകളിൽ പോവുകയാണെങ്കിൽ /6 ചെയ്തിട്ട് അതിന്റെ റിമൈൻഡർ എത്രയാ നോക്കണം. അപ്പൊ ഇതിന്റെ റിമൈൻഡർ എത്രയാണ് നമുക്ക് വന്നിട്ടുള്ളത്? 2. അതുകൊണ്ടാണ് ഇവിടെ 2 എഴുതിയിരിക്കുന്നത്. ഈ കോമ്പോസിഷൻ ടേബിളിൽ എഴുതിയപ്പോ എന്താ സംഭവിച്ചേ? Hന്റെ കോമ്പോസിഷൻ ടേബിൾ മാത്രം എഴുതിയപ്പോ നമുക്ക് എല്ലാ എലമെന്റ്സും Hലുള്ള എലമെന്റ്സ് ആണ് കിട്ടിയത്. അതുകൊണ്ട് ഇത് എന്താണെന്ന് പറയാം? ഇത് ക്ലോസ്ഡ് ആണെന്ന് പറയാം. അടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അസോസിയേറ്റ് ഏതിലേലും കുഴപ്പമില്ല, കാരണം സബ് ഗ്രൂപ്പ് ആവണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ക്ലോസ്ഡ് ആവണം, അതേപോലെ തന്നെ എന്താവണം? ഇൻവേഴ്സ് എലമെന്റ് എക്സിസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഇവിടുത്തെ 0ന്റെ ഇൻവേഴ്സ് അതൊക്കെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? കോമ്പോസിഷൻ ടേബിൾ വന്നാൽ ഒരുപാട് വട്ടം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഇതിന്റെ ഐഡന്റിറ്റീനെ ഐഡന്റിഫൈ ചെയ്യുക. അഡീഷൻ മോഡുലോ 6 അഡീഷനിലൊക്കെ 0 തന്നെയാണ് ഐഡന്റിറ്റി. ഞാൻ ഇവരെ ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ 0ന്റെ ഇൻവേഴ്സ് ആണ് 0, 2ന്റെ ഇൻവേഴ്സ് ആണ് 4. 2ന്റെ ഇൻവേഴ്സ് 4 ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ന്റെ ഇൻവേഴ്സ് ആരായേ പറ്റുള്ളൂ? 2. അപ്പൊ എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് എലമെന്റും വെരിഫൈ ചെയ്തു നമ്മൾ. ഇതും എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. G from Z4 ഫംഗ്ഷൻ. ഇത് റെസിഡ്യൂ ക്ലാസ് എന്നാണ് ഇതിനെ പറയാ. ഇതിനെ പറയുന്ന പേരാണ് റെസിഡ്യൂ ക്ലാസ്. X + 4k ഇത് ഗ്രൂപ്പ് ഹോമോമോർഫിസം ആണെന്ന് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതായത് ഇവിടെ ആദ്യത്തെ ഫംഗ്ഷൻ, ആദ്യത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷനും, അപ്പോ എഫിന്റെ ഉള്ളിൽ എഴുതുമ്പോ X + y-യും, രണ്ടാമത്തെ ഓപ്പറേഷൻ അഡീഷൻ മോഡുലോ 4 ആണ്, f(x)ന് പുറത്ത് എഴുതുമ്പോ y-യും. ആക്ച്വലി ഈ സാധനം എന്താന്ന് നോക്കണം. അഡീഷൻ റെസിഡ്യൂ ക്ലാസ് ഓഫ് 1 എന്ന് പറയുന്നത് 1. ഇപ്പൊ നമ്മൾ +4 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 5 വരും. +4 ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ഇനി ഇങ്ങോട്ട് എഴുതാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങോട്ട് എഴുതാൻ മീൻസ്
1 minus 4 നമുക്ക് എന്താ വരിക -3 5 plus 4 9 അതിങ്ങനെ എന്ത് ചെയ്യും അതിങ്ങനെ പോയോണ്ടിരിക്കുകയാണ് 5 plus 4 9 അതിങ്ങനെ പോയോണ്ടിരിക്കുക ഇനി റെസിഡ്യൂ ക്ലാസ് ഓഫ് 2 എന്ന് പറയുന്ന സാധനം എന്താണ് അപ്പൊ ഞാൻ ആദ്യം എന്ത് എഴുതി 2 എഴുതി 6 എഴുതി 10 എഴുതി ഇനി ഇപ്പുറത്തെ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും 2 minus 4 എന്ന് പറയുന്നത് -2 അങ്ങനെ കിട്ടും അടുത്തത് 3 എഴുതുമ്പോൾ നമുക്ക് എന്ത് വന്നു 3 7 11 -1 അങ്ങനെ പോയി അടുത്തത് 4 എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും 4 എഴുതുമ്പോൾ നമുക്ക് 4 8 12 അപ്പുറത്തേക്ക് പോകുമ്പോൾ 0 അങ്ങനെ പോയി അപ്പൊ നമുക്ക് ഇതാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് അല്ലേ അപ്പോ ഇത് ആവശ്യം വരുന്നുണ്ട് കാരണം ഇത് എഴുതുമ്പോൾ നമുക്ക് അത് തന്നെയാണ് ഇതെന്ന് തോന്നണില്ല അതാണ് ഇതിന്റെ പ്രശ്നം അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇത് പ്രൂവ് ചെയ്യണം f of x plus y equal to f of x addition modulo 4 f of y അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് എഴുതി f of x plus y എന്ന് പറയുന്നത് റെസിഡ്യൂ ക്ലാസ് ഓഫ് x plus y അതിന്റെ ഡെഫിനിഷൻ പ്രകാരം എന്നിട്ട് എന്ത് എഴുതണം സെറ്റ് ഓഫ് x plus y plus 4k such that element of z എന്ന് എഴുതി ഇനി നമുക്ക് ഇത് അതും ഒന്നാന്ന് പ്രൂവ് ചെയ്യണമല്ലോ അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് എഴുതി റെസിഡ്യൂ ക്ലാസ് ഓഫ് എക്സ് അഡീഷൻ മോഡുലോ 4 റെസിഡ്യൂ ക്ലാസ് ഓഫ് വൈ ഇതിനെ റെസിഡ്യൂ ക്ലാസ് ഓഫ് എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം എക്സ് പ്ലസ് 4k1 വൈ പ്ലസ് 4k2 പിന്നെ ഒരു കാര്യം കൂടി എഴുതണമായിരുന്നു k1 എലമെന്റ് ഓഫ് സെഡ് k2 എലമെന്റ് ഓഫ് സെഡ് എന്നും കൂടി എഴുതണമായിരുന്നു ഇനി നമുക്ക് എന്ത് ചെയ്യാം എക്സ് പ്ലസ് വൈ പ്ലസ് 4k1 പ്ലസ് k2 എന്ന് എഴുതാം ഇത് ശരിയാവോ എന്നാണ് ഒരു ചോദ്യം നോക്കൂ ഈ രണ്ട് ക്ലാസ്സുകളും കൂടി ആഡ് ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ ഈ 3ന്റെ ക്ലാസ് കിട്ടല്ലേ ചെയ്യുന്നത് അപ്പൊ അത് നമുക്ക് എഴുതിയോണ്ട് തെറ്റില്ല എക്സ് പ്ലസ് വൈ പ്ലസ് 4k1 പ്ലസ് k1 പ്ലസ് k2 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആണ് അപ്പൊ എനിക്ക് k1 പ്ലസ് k2 നെ k3 എന്ന് എഴുതാം k3 ഈസ് ആൻ ഇൻറ്റീജർ അങ്ങനെ നമ്മളിത് എന്താന്ന് പ്രൂവ് ചെയ്തു ഗ്രൂപ്പ് ഹോമോമോർഫിസം ആണ് പ്രൂവ് ചെയ്തു അടുത്ത് നമുക്ക് ജൂൺ 2026 ആവണല്ലോ ജനുവരി 2026 ഉള്ള 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അതേപോലെ തന്നെ അവർ ചോദിച്ചതാണ് പ്രൂവ് ദാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ ഏറ്റവും എളുപ്പമുള്ളതും പിന്നെ എന്തായാലും ലഗ്രാഞ്ച് തിയറം നമ്മൾ എക്സ്പെക്ട് ചെയ്യണ്ടല്ലോ പിന്നെ h ഈക്വൽ ടു z4 അഡീഷൻ മോഡുലോ 4 സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണം സൈക്ലിക് ഇതിപ്പോ എന്തായാലും ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് കാണിക്കണം നല്ല മാർക്ക് കൂടുതലുള്ളതിനാണെങ്കിൽ നമ്മൾ മാർക്ക് കൂടുതലല്ല ഇങ്ങനത്തെ ഫൈനൈറ്റ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമ്മൾ കോമ്പോസിഷൻ ടേബിളിലേക്കാണ് ആദ്യം പോവുക ഞാൻ കോമ്പോസിഷൻ ടേബിൾ വരച്ചു അഡീഷൻ മോഡുലോ 4 അവിടെ മുകളിലുണ്ട് അപ്പൊ എന്താ വരിക ഏതാണെങ്കിൽ 0 1 2 3 ഇവിടെ എന്താ വരിക അഡീഷൻ മോഡുലോ 4 ഇത് 0 ഇത് 1 ഇത് 2 ഇത് 3 അപ്പൊ നോക്കൂ 0 പ്ലസ് 0 1 2 3 എഴുതി അതേപോലെ അടിക്ക് എഴുതി 1 പ്ലസ് 1 2 2 പ്ലസ് 1 3 3 പ്ലസ് 1 4 0 എന്ന് എഴുതി ഇനി അടുത്ത 2 പ്ലസ് 2 4 അതും 0 ആയി 3 പ്ലസ് 2 5 ആണ് ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 1 3 പ്ലസ് 3 നമുക്ക് 2 ആണ് കിട്ടുന്നത് അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 2 ഓക്കെ നമ്മളിത് എന്താന്ന് പ്രൂവ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ എന്താ നമുക്ക് തന്നിട്ടുള്ളത് ഈസ് സൈക്ലിക് ആണ് അപ്പൊ ഇതിനൊരു ജനറേറ്റർ ഉണ്ട് എന്ന് കാണിക്കണം എന്തായാലും 1 അതിന്റെ ജനറേറ്റർ ആയിരിക്കും അതുപോലെ തന്നെ 3യും അതിന്റെ ജനറേറ്റർ ആയിരിക്കും കാരണം റിലേറ്റീവ്സ് Z4 അഡീഷൻ മോഡുലോ 4 റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് 1ഉം 3 ആണ് അപ്പൊ അതാണ് ആൻസർ ആയിട്ട് വരേണ്ടത് അപ്പൊ നമ്മൾ ആദ്യം ഗ്രൂപ്പാന്ന് പറയണല്ലോ ഗ്രൂപ്പാന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ടേബിളിലുള്ള എല്ലാ എലമെന്റ്സും Z4 എലമെന്റ്സ് ആയതുകൊണ്ട് അത് ക്ലോസർ ആണെന്ന് പറഞ്ഞു അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ ജസ്റ്റ് സ്റ്റേറ്റ് ചെയ്ത് വെച്ചു ഫോർ ഓൾ ABC എലമെന്റ് ഓഫ് Z4 ഇത് അഡീഷൻ മോഡുലോ 4 ആയതുകൊണ്ട് ക്ലിയർലി അത് ആരായിരിക്കും അതിന്റെ ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് വരിക 0 ആണ് വരിക ഇവരുടെയൊക്കെ ഇൻവേഴ്സ് നമുക്ക് കാണണം അപ്പൊ 0 ഉള്ള സ്ഥലത്തൊക്കെ ഞാൻ എന്ത് ചെയ്തു പോയിട്ട് മാർക്ക് ചെയ്തു 0 ഉള്ള സ്ഥലമൊക്കെ ഞാൻ മാർക്ക് ചെയ്യണു ഇവിടെ 0 ഉണ്ട്
ഇവിടെയും 0 ഉണ്ട്. അപ്പൊ 0ന്റെ ഇൻവേഴ്സ് 0, 1ന്റെ ഇൻവേഴ്സ് 3, 2ന്റെ ഇൻവേഴ്സ് 2, 3ന്റെ ഇൻവേഴ്സ് 1 എന്ന് നമുക്ക് കിട്ടി. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ആഡ് ചെയ്ത് 4 കിട്ടുന്ന നമ്പേഴ്സ്. 1 പ്ലസ് എന്ത് ചെയ്താലാണ് നമുക്ക് 4 കിട്ടുക? 3. 2 പ്ലസ് എന്ത് ചെയ്താലാണ് നമുക്ക് 4 കിട്ടുക? 2. 3 പ്ലസ് എന്ത് ചെയ്താലാണ് നമുക്ക് 4 കിട്ടുക? 1. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1/0 എന്ന് പറഞ്ഞാൽ 1/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 1 അഡീഷൻ മോഡുലോ 1. ഇതിനെയാണ് ഞാൻ 1 സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2 കിട്ടുന്നുണ്ട്. അടുത്തത് 3 വട്ടം 1 ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടുന്നത്. 4 വട്ടം 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 വരും. അടുത്ത 3യുടെ ഇത് പറയുകയാണെങ്കിൽ 3 പ്ലസ് 3 അഡീഷൻ മോഡുലോ 4 ഇടാൻ മറക്കരുത്. 3 പ്ലസ് 3 നമുക്ക് ഇവിടെ എന്ത് വന്നു? 2 വന്നു. അടുത്തത് ചെയ്യുമ്പോൾ എന്ത് വന്നു? 3 പ്ലസ് 3 പ്ലസ് 3. ആക്ച്വലി ഇവിടെ വരുന്ന ആള് ആരാണ്? 9 ആണ് വരിക. 9/4 ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എന്താ വരുന്നത്? 1 ആണ്. അടുത്ത് ചെയ്യുമ്പോൾ 3 4 പ്ലസ് 4 അല്ല 3 പ്ലസ് 3 6, 6 പ്ലസ് 6 12. 12നെ ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0. അപ്പൊ നമുക്ക് ആ എന്താണ് സെറ്റ് 4ലുള്ള എല്ലാ എലമെന്റ്സും നമ്മൾ 1ഉം 3ഉം കൊണ്ട് ഉണ്ടാക്കി. കണ്ടോ? 1 2 3 4. ഇത് അതേപോലെ തന്നെ 1 2 3 4. 4 മീൻസ് 0. അപ്പൊ എന്താണ്? 1 and 3 ആണ് നമ്മുടെ ജനറേറ്റർ. അതെന്തായി? അപ്പൊ സൈക്ലിക് ഗ്രൂപ്പായി. ഇനി നമുക്ക് എക്സാമിന് 6 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനും കൂടി നോക്കണം. എക്സാമിന് 6 മാർക്ക് സെറ്റ് 6 എന്താന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു അവര്. ഇവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് അത് സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതേപോലെ തന്നെ സെയിം പ്രൊസീജിയർ ഞാൻ കോമ്പോസിഷൻ ടേബിൾ ഇതൊക്കെ ഇപ്പൊ ഓക്കെ ഉണ്ടാവുമല്ലോ. എല്ലാ എലമെന്റ്സും നമുക്ക് സെറ്റ് 6ലെ എലമെന്റ്സ് തന്നെയാണ് കിട്ടിയത്. അത് ക്ലോസർ ആണ്. പിന്നെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഇവിടെ എന്തായാലും 0 ആയിരിക്കും ഐഡന്റിറ്റി എലമെന്റ്. കാരണം എന്താ? അഡീഷൻ മുകളിൽ 6 ഒക്കെ വന്നു കഴിഞ്ഞാൽ 0 തന്നെയാണ് ഐഡന്റിറ്റി ആയിട്ട് വരിക. ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഇവരുടെ ഇൻവേഴ്സ് ആണ്. 0ന്റെ ഇൻവേഴ്സ് 1, അതുപോലെ 0ന്റെ ഇൻവേഴ്സ് 0, 1ന്റെ ഇൻവേഴ്സ് ഏതായിരിക്കും? കണ്ടോ? 1ന്റെ ഇത് 0 കിട്ടുന്നത് നമുക്ക് 6 എന്ന പോയിന്റിലാണ്. 2ന്റെ എന്തായിരിക്കും? 2ന്റെ ഇൻവേഴ്സ് 4, കാരണം 2 പ്ലസ് 4 ചെയ്താലാണ് നമുക്ക് 6 കിട്ടുക. 3ന്റെ ഇൻവേഴ്സ് ആരാണ്? 3. 4ന്റെ ഇൻവേഴ്സ് ആരായിരിക്കും? 2. 2ന്റെ ഇൻവേഴ്സ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ന്റെ ഇൻവേഴ്സ് 2. 5ന്റെ ഇൻവേഴ്സ് ആരാ വരിക? 1. അപ്പൊ നമുക്ക് ഇൻവേഴ്സ് എലമെന്റ് ഗ്രൂപ്പ് ആണോ കിട്ടി? സൈക്ലിക് ഗ്രൂപ്പ്. ഇത് നമ്മളോട് സെറ്റ് 6 ആണല്ലോ. സെറ്റ് 6ല് ജനറേറ്റേഴ്സ് ആരായിരിക്കും? എന്തായാലും 1 ഉണ്ടാവും. 2 വരില്ല, 3 വരില്ല, 4 വരില്ല, 5 വരില്ല. അപ്പൊ 1ഉം 5 ഇത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. 1 1 1 പ്ലസ് 1 2. അഡീഷൻ മോഡൽ 6 ചെയ്താൽ മറക്കരുത്. 1 പ്ലസ് 1 പ്ലസ് 1 3 കിട്ടി. അടുത്ത് 4 വട്ടം 1 ആഡ് ചെയ്തപ്പോ 4 കിട്ടി. 5 വട്ടം 1 ആഡ് ചെയ്തപ്പോ 5 കിട്ടി. അതേപോലെ 5ന്റെ ചെയ്തപ്പോ 5 പ്ലസ് 5 ആക്ച്വലി 10 ആണ്. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ റിമൈൻഡർ 4 വരും. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 5 പ്ലസ് 5 പ്ലസ് 5. അത് ചെയ്യുമ്പോൾ നമുക്ക് 15 ആണ് വരിക. 15/6 റിമൈൻഡർ നമുക്ക് എന്ത് വരും? 3 വരും. അതെടുത്ത് എഴുതി. 5/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 4 വട്ടം ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് വരണത് 20 ആണ്. റിമൈൻഡർ വരണത് 2 ആണ്. 5/5 എന്ന് പറഞ്ഞാൽ 5 വട്ടം ആഡ് ചെയ്തപ്പോ എനിക്ക് വരുന്നത് എന്താണ്? 25 ആണ്. റിമൈൻഡർ 1 വന്നു. 5 6 വട്ടം ആഡ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? 13 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് വരും? 0 വന്നു. അപ്പൊ നമുക്ക് ഒരു ജനറേറ്ററിനെ മതി. ഇവിടെ നമുക്ക് 2 ജനറേറ്ററിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതെന്താണ്? സൈക്ലിക് ഗ്രൂപ്പ് ആണ്. ഇത് ശരിക്കും 6 മാർക്കിന് വരികയാണെങ്കിൽ നമ്മൾ ലക്കിയാണ്. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. Prove f from G to H be a group homomorphism if G abelian ആണെങ്കിൽ H abelian ആണെന്ന് എങ്ങനെയെങ്കിലും പ്രൂവ് ചെയ്യണം. ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? H Y എലമെന്റ് ഓഫ് G എടുക്കാണ്. അപ്പൊ ഞാൻ Hലെ 2 എലമെന്റ്സ് എടുക്കുന്നു. അപ്പൊ Gയിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് f from G to H ആണല്ലോ. അപ്പൊ f of X എന്ന് പറയുന്ന അതിന്റെ ഇമേജ് ആണ് A, f of Y ന്റെ ഇമേജ് ആണ് B. അതൊക്കെ എവിടെ ഉണ്ട്? Hലുണ്ട്. അപ്പൊ ഞാൻ എന്താണ് കാണിക്കേണ്ടത്? f of x സ്റ്റാർ f of y ചെയ്ത് എനിക്ക് തിരിച്ചും കാണിക്കണം. f of y സ്റ്റാർ f of x എങ്ങനെ അങ്ങോട്ട് എത്തിക്കണം. അപ്പൊ ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് ഓപ്പറേഷന്റെ നൊട്ടേഷൻ ഒന്നും തരാത്തോണ്ട് ഞാൻ എന്തെടുത്തു? f of x y തന്നെ എഴുതി. അപ്പോ ഈ ആര്
ജി അബീലിയനാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ജിയിലുള്ള എലമെന്റ്സിന് എനിക്ക് xy = yx എന്ന് എഴുതാം. അപ്പൊ xyന് പകരം ഞാൻ എന്ത് എഴുതി? yx എഴുതി. കാരണം ജി ആരാണ്? അബീലിയൻ ആണ്. ഇനി എനിക്ക് ഇത് ഹോമോമോർഫിസം അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? f(y) സ്റ്റാർ f(x). ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും പറയാത്തോണ്ട് നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാലും, അതായത് f(x) × f(y) എന്ന് വെച്ച് തുടങ്ങിയാലും ഒരു കുഴപ്പമില്ല. കാരണം പ്രത്യേകിച്ച് അവര് ഓപ്പറേഷൻ ഒന്നും നമുക്ക് തന്നിട്ടില്ല.